ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് പ്രോമോ റിവ്യൂലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും കൂടെ വേദയുടെ വീട്ടിലേക്ക് ചടങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്താനായിട്ട് വേദയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വേദയുടെ വിക്രമിൻ്റെ കൂടെ വിക്രമിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും വന്നിട്ടുണ്ട്. ശേഷം അവർ അകത്തിൽ നിന്ന്, അതായത് വേദയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും തങ്ങളെ പുറത്തുനിന്ന് സ്വീകരിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ടൈമിലും നമ്മുടെ ശങ്കരൻ ആകെ പണി പറ്റിക്കുകയാണ് കേട്ടോ. അതായത് മിണ്ടാതെ ഇരുന്നിട്ട് ആ ഒരു ടൈമിൽ അവർ വന്ന സമയത്ത് പുറത്തേക്ക് പോലും ഇറങ്ങി വരാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് ശങ്കരൻ നാരായണൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി അവിടെ പോയിട്ട് ശങ്കരനോട് പറയാണ്, ഒരുമാതിരി പോക്കിരിത്തരം കാട്ടരുത് കേട്ടോ, നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്ന കാര്യം അവർ രണ്ടാളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം നീ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ വീട് അന്വേഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ് അവരോട് ഇങ്ങനെ ണോ പെരുമാറേണ്ടത്? അവർ പുറത്ത് തന്നെ നിൽക്കുകയാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. നമ്മളല്ലേ അവരെ പോയിട്ട് സ്വീകരിക്കേണ്ടതും. നീ ഇങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ഇത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ശങ്കരന് വഴക്ക് പറയുന്നുണ്ട്. ശേഷം ശങ്കരനും ശരി, വന്നു കയറി അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ സ്വീകരിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അവൻ വളരെയധികം കലിപ്പിലാണ് കേട്ടോ. ശേഷം മുത്തശ്ശിയും ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതായത് മുത്തശ്ശി ശങ്കരനെയും ശ്രീകാന്തിനെയും കുടുംബത്തിലേക്ക് ഉള്ളിൽ പോയിട്ട് വിളിക്കാൻ പോയിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാവട്ടെ പുറത്ത് നിൽക്കുന്നവരാകെ, അതായത് വിക്രമിൻ്റെ ഫാമിലി എല്ലാവരും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരാരെയും കാണുന്നില്ല സ്വീകരിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ സുധാകരൻ പറയാണ്, വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നു ഇവരുടെ പ്ലാനും. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല, അത് അവർക്ക് നേരത്തെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇല്ലടാ ഒന്നും സംഭവിക്കില്ല, അവർ വരുമെന്ന് പറയുന്നുണ്ട്. കമലാമ്മയും പറയുന്നുണ്ട്, ഇല്ല മാഷി അവരിപ്പോൾ വരും, ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശിയും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. വേദ അതുവരെ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം അവൾ നേരത്തെ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് അപമാനം വേണമെങ്കിൽ സഹിക്കും, പക്ഷേ എൻ്റെ കൂടെ വന്ന വിക്രമിൻ്റെ വീട്ടുകാർക്കും ഒരു അപമാനം ഉണ്ടാവരുത് എന്ന് നമ്മൾ മുത്തശ്ശിയോട് നേരത്തെ തന്നെ വാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് പിന്നീട് വളരെയധികം സന്തോഷമാവുകയാണ്. ശരി എല്ലാവരും അകത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവരെ വിളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ പത്മത്തിനോട് മുത്തശ്ശി പറയാണ്, വേഗം പോയിട്ട് നിലവിളക്ക് എടുത്തുകൊണ്ട് വാ, തിരി കൊളുത്തിയിട്ട് മോനെയും അകത്തേക്ക് ക്ഷണിക്കാമെന്ന് പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ അതായത് വീട്ടിലേക്ക് പുതുതായി വരുന്ന മരുമോന് കാല് കഴുകുന്ന ചടങ്ങുണ്ടല്ലോ, അതും കൂടെ ചെയ്യണം. ശ്രീകാന്ത് അപ്പോൾ കാല് കഴുകണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ശ്രീകാന്ത് ആകെ അന്തമിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ശങ്കരനാരായണൻ പറയാണ്, എന്താണ് മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഗൗരവത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മറുപടിയും പറയാതെ നമ്മുടെ ശ്രീകാന്ത് ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിക്രമാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ചൊടിപ്പിക്കുന്ന പോലെ ആക്ഷനൊക്കെ കാട്ടിയിട്ട് കാല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ആണെങ്കിൽ ഇവൻ്റെ കാലം ഈ കഴുകേണ്ടി വന്നല്ലോ എന്നൊരവസ്ഥ ആലോചിച്ചിട്ട് വളരെയധികം പരിതാപകരമായിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ വേദയ്ക്ക് നിലവിളക്കൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് അവർ സ്വീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ശേഷം എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. മുത്തശ്ശി എല്ലാവർക്കും, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത്, മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പായസവും മധുരവും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ചടങ്ങുകളിലേക്ക് കടന്നാലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതായത് വിക്രമിൻ്റെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ അച്ഛമ്മ, അതായത് വേദയുടെ അച്ഛമ്മ പറയാണ്, അല്ല ചടങ്ങുകൾക്ക് മുമ്പ് ഒരു കടം ബാക്കിയുണ്ട്, അതാദ്യം തീർക്കണം എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടതും എല്ലാവരും ആകെ ഷോക്കാവണം. എന്താണ് ഈ കടം, എന്താണ് പറഞ്ഞു വരുന്നത്, ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് വർഷേ നീ എവിടെ, വേഗം കുട്ടിനെയും കൊണ്ടുവന്ന് പറയാണ്. അപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ അച്ഛമ്മ പറയാണ്, വേദമോള് കുട്ടിനെ കാണാൻ വേണ്ടി വന്നിട്ട് അതിന് സമ്മതിച്ചില്ല, കാണിക്കാൻ പറ്റിയില്ല, അതിനെ തുടർന്ന് എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടായത്. ഇനി ഏതായാലും എൻ്റെ വേദമോള് ആദ്യം ഞങ്ങളുടെ പേരക്കുട്ടിയെ കാണട്ടെ, ശേഷം അത് ചടങ്ങുകളൊക്കെ പറയാണ്. അങ്ങനെ വർഷ കുട്ടിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ വേദ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് വളരെയധികം സന്തോഷത്തോടെ കൊഞ്ചുന്നുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും വളരെയധികം ഹാപ്പി ആവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ നമ്മുടെ വർഷ പിന്നീട് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് മേലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നാലെ തന്നെ നമ്മുടെ നന്ദിനിയും പോകുന്നുണ്ട്, ശ്രീകാന്തും വരുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ നടക്കുന്നത്, നിങ്ങളുടെ എല്ലാവരും താല്പര്യപ്രകാരം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നന്ദിനി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനും, ഇതൊക്കെ തീരുമാനിക്കുന്ന ഇവിടുത്തെ അച്ഛമ്മയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് വർഷ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ശ്രീകാന്തും ഇനി എന്താ ഒരു വഴി അവരെ ഇവിടെ നോട്ടിക്കാൻ, അവരിവിടെ കടന്ന്, അതായത് അവർ ഈ വീട്ടിൽ കയറി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക്
സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് കുറേയധികം തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വിക്രമിനെയും വേദയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.